സജിത്ത് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സജിത്ത്, ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനം എന്തായിരിക്കും? എനിക്ക് ഉറപ്പാണ് ഡാൻ, ഇക്കാര്യത്തിൽ കോൺഗ്രസിനകത്ത് അസാധാരണമായൊരു സാഹചര്യം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതുവരെ ഉണ്ടായ സാഹചര്യം, ഇതുവരെ വന്ന പ്രതികരണവും അതല്ല. എനിക്ക് തോന്നുന്നു ബിബിൻ്റെ ഇന്നത്തെ പ്രതികരണം കൃത്യമായി കോൺഗ്രസിനകത്ത് കോൺഗ്രസിലെ ചില പ്രധാനപ്പെട്ട ഇടപാടുകാരാണ് ഇത്തരം നീക്കത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ സുധാകരനെ അപായപ്പെടുത്താൻ ഒരു നീക്കം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് നടന്നതെന്ന വെളിപ്പെടുത്തൽ സുധാകരന്റെ വിശ്വസ്തൻ തന്നെ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഉറപ്പിക്കുന്നു അത് കോൺഗ്രസിനകത്ത് വരാനിരിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ തുടക്കമാണ്. ബിബിൻ പറയുന്നത് സുധാകരന്റെ മനസ്സറിഞ്ഞാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനം വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ ഡാൻ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം വന്ന നേതാക്കളുടെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലൊന്ന് ഈ വിവാദങ്ങൾ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താനോട് നമ്മൾ കാസർഗോഡ് വെച്ച് ആവർത്തിച്ച് ചോദിച്ചതാണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവും വ്യക്തതയും. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം മാധ്യമങ്ങളെ അല്ലെങ്കിൽ ഈ വാർത്ത വിവാദമാക്കേണ്ടതില്ല എന്നൊരു തീരുമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സുധാകരനും ആദ്യ ദിവസങ്ങളിൽ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യമല്ല. ഇന്ന് ഡാൻ പുറത്തുവിടുന്ന ഈ ബിബിൻ്റെ പ്രതികരണം വരുന്നതോടുകൂടി അങ്ങനെയെങ്കിൽ കോൺഗ്രസിലെ ആ വിശ്വസ്തൻ, ആ പ്രമുഖൻ ആര് എന്ന ചോദ്യത്തിലേക്ക് തന്നെ വരും. ഇവിടെ പ്രസക്തമാവുന്നത് അല്പസമയം മുമ്പ് പുറത്തു വന്ന വി ഡി സതീശൻ്റെ വാക്കുകൾ കൂടിയാണ്. വി ഡി സതീശൻ അല്പസമയം മുമ്പ് കൊച്ചിയിൽ പറഞ്ഞത് ഇന്നലെ നിയമസഭയിൽ ഭരണപക്ഷം മന്ത്രി റിയാസ് ഈ വിഷയം ഉന്നയിക്കപ്പെടുന്നു. സംസ്ഥാനത്തെ റോഡുകളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ കൂടിയും ആ റോഡ് വിഷയം കൂടോത്രം പോലും റോഡ് പൊളിക്കുന്നവരുമുണ്ട് എന്ന ഒരു സമാന പരാമർശം നടത്തിയാണ് അദ്ദേഹം പോയത്. സ്വാഭാവികമായി അതിൻ്റെ മറുപടിയായിട്ട് ഇന്ന് വി ഡി സതീശൻ വന്നിട്ടുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അത് കോൺഗ്രസ് നേതൃത്വത്തിന് മറുപടി പറയേണ്ട വിഷയമായി തന്നെ ഇത് മാറുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചന എനിക്ക് കാണാൻ കഴിയും. അതായത് 2 ദിവസമായി KPCC അധ്യക്ഷൻ ഈ കാര്യത്തിൽ മൗനം തുടരുകയാണ്. അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് ലഭ്യമായ സൂചനകളാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആരാണ് ഇത് ചെയ്തത് എന്ന കാര്യം. പക്ഷേ ഇപ്പോഴും അദ്ദേഹം മൗനം തുടരുന്നു. അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊന്നും ഇപ്പോഴും ആ പേര് പറയാൻ തയ്യാറാകുന്നില്ല. അത് പാർട്ടിയുടെ മുഖം രക്ഷിക്കാനാണോ അതോ അല്പം കൂടി കാത്തിരിക്കാം എന്ന ഒരു സാവകാശം തേടലാണോ? എന്തായിരിക്കും സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒരു അനവസരത്തിൽ ഈ വാർത്ത പുറത്തു വന്നത് എന്നതായിരിക്കാം ഒരു പക്ഷേ കോൺഗ്രസിനെ ഇപ്പോൾ ഒരു പ്രതികരിക്കാൻ വിസമ്മതിപ്പിക്കുന്ന പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അനവസരമെന്ന് ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഘർഷ സാഹചര്യം കോൺഗ്രസിൽ നിന്നും അല്പം പിൻവലിഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടമാണിത്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ വലിയ വിജയവും അത് കോൺഗ്രസിലും പാർട്ടിക്കും ദേശീയതലത്തിലും സംസ്ഥാനത്തിലും ഉണ്ടാക്കിയ ഒരു മികച്ച പ്രതിച്ഛായ. ഇങ്ങനെ ഒരു മികച്ച പശ്ചാത്തലം നിൽക്കുമ്പോൾ ഈ വാർത്ത വരുന്നത് അനാവശ്യ വിവാദം അല്ലേ എന്നൊരു തോന്നൽ അവർക്കിടയിൽ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ അത് നിലനിൽക്കുന്ന അവർക്കിടയിലുള്ള ഒരു വികാരമാണ്. സുധാകരനെ ഒതുക്കാൻ വലിയ നീക്കങ്ങൾ നടന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ KPCC അധ്യക്ഷ പദവി തിരികെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലൂടെ അത് വളരെ വ്യക്തമാവുകയും ചെയ്തതാണ്. സ്വാഭാവികമായും അത് അങ്ങനെ നിൽക്കുകയാണ്. കോൺഗ്രസ് മറുപടി പറയേണ്ടി വരുന്നത് പല കാര്യങ്ങളിലാണ്. ഒന്ന്, കൂടോത്രം പോലെ പുതിയ കാലഘട്ടത്തിൽ അനാചാരവും അന്ധവിശ്വാസവും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായി നെഹ്റുവിന്റെ പിൻഗാമികൾ മാറുന്നോ എന്ന ചോദ്യത്തിന് പ്രതികരണം നൽകേണ്ടി വരും. അതല്ല, ഇത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയാണ് സുധാകരനെതിരെ ഇത്തരം ഒരു കൂടോത്ര നീക്കം ഉണ്ടായതെങ്കിൽ അതിന് പിന്നിൽ ആരാണ് നീക്കിയത്? അവരിപ്പോഴും ശക്തമാണോ? അവർ സമാന നീക്കവുമായി ഇപ്പോഴും രംഗത്തുണ്ടോ എന്ന് അത്തരത്തിൽ വിശദീകരിക്കേണ്ട നിരവധി വിഷയങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാന കോൺഗ്രസിലെ 2 പ്രമുഖ നേതാക്കൾ, അതായത് വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് K സുധാകരൻ, ഇവർക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത ഉടലെടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാത്രകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഒരു K സുധാകരന്റെ നാവിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ വന്ന ഒരു നാക്കുപിഴ എന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്ന കാര്യം, അത് കോൺഗ്രസിലുണ്ടാക്കിയ പൊല്ലാപ്പ് ചില്ലറയല്ല. സമാനമായ കാര്യം തന്നെ പുതുപ്പള്ളിയിൽ വെച്ചുമുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് തമ്മിൽ ഇടയിൽ നിന്നിരുന്ന അഭിപ്രായ ഭിന്നത പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയാണ് എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഹൈക്കമാൻഡിന്റെ കൃത്യമായ ഇടപെടൽ നടന്നിരുന്നു. ആ നേതാക്കളെ തമ്മിൽ ഗമ്യതയിലെത്തിക്കാനുള്ള നിർണായകമായ നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ ഹൈക്കമാൻഡിന്റെ ഒരു അന്ത്യശാസനം എന്നോണം ഇനി അങ്ങനെ 2 പേർക്കും രണ്ടായി പോകാൻ കഴിയില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ അത് കൃത്യമായി വ്യക്തമാക്കിയതാണ്. ഇനി അങ്ങനെ 2 വഴിക്ക് 2 അഭിപ്രായത്തോട് ഇവർക്ക് പോകാൻ കഴിയില്ല. അവരൊന്നിച്ച് തന്നെ പോകണമെന്നാണ് പ്രവർത്തകരുടെയും പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് അത് വ്യക്തമാക്കിയതാണ്. അങ്ങനെ അവരൊന്നിച്ച് ഒരു വഴിയിലേക്ക് വരാനിരിക്കുന്നതിനിടയിൽ
ഇങ്ങനെ ഒരു പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്? അതിന് പിന്നിലെ ആ കോൺഗ്രസ് രാഷ്ട്രീയം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? അത് വളരെ ശ്രദ്ധേയമാണ്, നല്ല നിരീക്ഷണവുമാണ്. കാരണം എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയുള്ള അവസരം ഉപയോഗപ്പെടുത്തുന്നത് തൊട്ടടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും അതിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. ഇപ്പോഴത്തെ ഒരു വിജയത്തിന്റെ ആവേശത്തിൽ അത്തരം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലേക്ക് ഒരുങ്ങി അത്തരം ചർച്ചകളും നീക്കങ്ങളും ആലോചനകളും നടക്കുകയാണ്. നമുക്കറിയാം കോൺഗ്രസിന്റെ ആലോചനകളും യോഗങ്ങളിലും ഒക്കെ നടക്കുന്ന ചർച്ചകൾ അങ്ങനെ തന്നെയാണ്. അത്തരം ഒരു ഘട്ടത്തിലാണ് ഈ വിവാദം ഉയർന്നു വരുന്നത് എന്നതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനവസരം എന്ന വാക്കിന്റെ ഇപ്പോഴത്തെ ഒരു പ്രാധാന്യം. അനവസരത്തിൽ ഇത് ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ തുടർ ചർച്ചകളിലേക്ക് പോവേണ്ടി വരും. ഒരുപക്ഷെ ഇന്നലെ വരെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്ന ഒരു ജാഗ്രത, അതായത് ഇതിൽ പ്രതികരിക്കേണ്ടതില്ല, ഇത് മാധ്യമങ്ങൾ അങ്ങ് കൈവിട്ട് കഴിഞ്ഞാൽ തൽക്കാലം പ്രതികരിക്കാതെ ഞങ്ങൾ ഇതിൽ മാറി നിൽക്കുക, അങ്ങനെ ഇതിൽ പ്രതിസന്ധിയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാട് അവർ എടുത്തിരുന്നുവെങ്കിൽ ഇന്നു മുതൽ അതായിരിക്കില്ല സാഹചര്യം. കാരണം ബിബിന്റെ വെളിപ്പെടുത്തൽ അത് കൃത്യമായി സുധാകരന്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് പാർട്ടിയിലുള്ള മറ്റുള്ളവർക്ക് കൂടി അറിയാം. അങ്ങനെയെങ്കിൽ നേതാക്കൾ പ്രതികരിച്ചില്ലെങ്കിൽ അത് സുധാകരന് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുമോ എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ഒപ്പം സുധാകരന് എതിരെ കോൺഗ്രസിലെ പ്രമുഖൻ തന്നെയാണ് ഈ നീക്കം നടത്തിയെന്ന് പറയുമ്പോൾ ആ പ്രമുഖർ ആര് എന്ന ചോദ്യത്തിലേക്കും പാർട്ടി അണികൾക്കിടയിലും ചർച്ച പോകുമെന്ന് തർക്കം. സ്വാഭാവികമായി അഭിലാഷ്, വലിയ തരത്തിലുള്ള ചർച്ചകൾ ആ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ സജീവമായി തുടങ്ങിയതാണ്. അത് രഹസ്യ സ്വഭാവത്തിലാണ് തുടങ്ങിയതെങ്കിലും പലപ്പോഴും അത് പരസ്യ പ്രതികരണങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങനെയങ്ങ് ആ മൗനം തുടർന്നുകൊണ്ട് പോകാൻ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് കഴിയില്ല. അതോടൊപ്പം ഈ കൂടോത്രത്തിന് ഇരകളായ മറ്റ് കോൺഗ്രസ് നേതാക്കളുണ്ട്. അതിൽ പ്രമുഖരായിട്ടുള്ളവരാണ് VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ. VM സുധീരനുമായി ഞാൻ ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇനി ഞാൻ പാർട്ടിയെ കുഴപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലുകളിലേക്കുമില്ല, പരസ്യ പ്രതികരണത്തിനൊന്നുമില്ല എന്നാണ് വ്യക്തമാക്കിയത്. പക്ഷേ ഇങ്ങനെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് കെ സുധാകരനെതിരായ ഇങ്ങനെ ഒരു നീക്കം നടന്നത് എന്ന കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ സമാനമായ ദുരനുഭവം മുൻപ് നേരിടേണ്ടി വന്ന VM സുധീരനും അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് വൈകാതെ കടക്കേണ്ടി വരുന്നത് അനിവാര്യമായ രാഷ്ട്രീയ സാഹചര്യമായി മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അഭിലാഷ്, തീർച്ചയായും നമ്മൾ പുറത്തുവിട്ട വാർത്ത രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നു എന്നത് മാത്രവുമല്ല, കോൺഗ്രസ് അണികൾക്കും അനുഭാവികൾക്കും പോലും ഈ വാർത്ത വലിയ തോതിൽ ഉള്ള ചലനങ്ങൾ ആണ് അവർക്കിടയിലടക്കം സൃഷ്ടിക്കുകയും ചെയ്തത്. കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയായി ഇത് മാറുമ്പോൾ പോലും ഏറെ കരുതലോടെ മാത്രമേ ഇപ്പോൾ പ്രതികരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് പല നേതാക്കളുടെയും സാഹചര്യം. പക്ഷേ അവർ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എങ്കിലും ഇത്തരം അനുഭവങ്ങൾ പലർക്കും നേരിട്ടിട്ടുണ്ട് എന്ന പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം.